നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഇടിച്ചു വീഴ്ത്തിയ കാറ് വീണ്ടും ദേഹത്തു കയറിയിറങ്ങി സ്കൂട്ടർ യാത്രക്കാരി കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും അപകടത്തിന്റെ തലേന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ നിന്നാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 14-ന് ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ച ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചെന്നും MDMA ഉപയോഗിച്ചുവെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കുവാനുള്ള ട്യൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും മറ്റു രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപകടം നടന്നതിൻ്റെ തലേ ദിവസമാണ് പ്രതികൾ കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ എത്തിയത്. ഹോട്ടലിൽ നിന്നും കണ്ടെത്തിയ വസ്തുക്കൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഈ മാസം 3 തവണ ഇതേ ഹോട്ടലിൽ ഇവർ മുറിയെടുത്തുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ പ്രതികളായ അജ്മലിനെയും ശ്രീകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഞായറാഴ്ച വൈകിട്ട് 5 മണി വരെയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്നും ഇവർക്ക് രാസലഹരി ലഭിച്ചതിൻ്റെ ഉറവിടം കണ്ടെത്തണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകണമെന്നാണ് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടത്. 1-ാം പ്രതി അജ്മലിനെയും 2-ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുവാനാണ് നീക്കം. നേരത്തെ 2 പ്രതികളെയും ശാസ്താംകോട്ട കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. മനഃപൂർവ്വമുള്ള നരഹത്യാക്കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. അജ്മലിൻ്റെയും ശ്രീകുട്ടിയുടെയും രക്തസാമ്പിൾ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ അജ്മലിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവോണ ദിവസം ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് മദ്യപിച്ച ശേഷം മടങ്ങും വഴിയാണ് അജ്മലും ശ്രീകുട്ടിയും സഞ്ചരിച്ച കാറിടിച്ച് സ്കൂട്ടർ യാത്രിക മൈനാഗപ്പള്ളി ആനൂർക്കാവിലെ പഞ്ഞിപ്പുല്ലുവിള കുഞ്ഞുമോൾ കൊല്ലപ്പെട്ടത്. അമിത വേഗതയിലെത്തിയ കാറിടിച്ച് റോഡിൽ വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ പ്രതികൾ വീണ്ടും കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു. അവിടെ നിന്നും കടന്നുകളഞ്ഞ പ്രതികളെ നാട്ടുകാർ പിന്തുടർന്ന് പോലീസിന് കൈമാറുകയായിരുന്നു. കേസിലകപ്പെട്ടതോടെ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. കൊല്ലം കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി. അജ്മലും ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നുവെന്ന് അന്നു തന്നെ വൈദ്യപരിശോധനയിൽ വ്യക്തമായിരുന്നു. പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നതായും പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.